ഇസ്രായേലിനെ തനിക്കായിട്ടും യാക്കോബിനെ തന്റെ നിക്ഷേപമായും തിരഞ്ഞെടുത്ത നമ്മുടെ സർവശക്തിയുള്ള ദൈവമായ കർത്താവിന് സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. പിന്നെയും നമുക്ക് ഒരു ഞായറാഴ്ചയ്ക്ക് ശേഷം അനുഗ്രഹീതമായ സഭായോഗങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രാദേശിക സഭകളിൽ ഇന്ന് നമുക്ക് വീണ്ടും ഈ പൊതുവേദിയിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഗംഭീരനാദത്തിന് വേണ്ടി കാതോർത്തുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ പരദേശ പ്രയാണം ദൈവഭയത്തിൽ കഴിപ്പാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. വിട്ടുപോകുന്നതിനെ ഓർത്താലും മുമ്പിൽ ലക്ഷ്യമായി നൽകപ്പെട്ടിട്ടുള്ളത് വിട്ടുപോകുന്നതിനേക്കാൾ ഏറെ ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവിഷയമായി സമ്പന്നരാകുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ ചെയ്യട്ടെ. നമ്മൾ തിരുവെഴുത്തുകളിലേക്ക് തിരിയുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ് നമ്മുടെ പ്രധാന ചിന്താവിഷയം. അവിടെ നാം കാണുന്ന ന്യായവിധിയുടെ അധികാരങ്ങൾ അത് വിശുദ്ധന്മാരുടെ പ്രതിഫല വിഭജനത്തിലുള്ളതാണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതര ന്യായവിധികളെ കുറിച്ചും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ന്യായവിധി പാപത്തിൻ്റെത് ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടതായി നമ്മൾ പഠിച്ചു. മറ്റൊന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ ഭക്തനും ജീവിതത്തിൽ അനുനിമിഷം തങ്ങളെ തന്നെ പരിശോധിക്കുന്ന സ്വയശോധനയുടെ സ്വയം വിധിക്കുന്ന ന്യായവിധിയുടെ വർത്തമാനകാല അവസ്ഥയെക്കുറിച്ചും നമ്മൾ കണ്ടു. അതിനുശേഷം 5 പ്രധാനപ്പെട്ട ഭാവി ന്യായവിധികളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത് വിശുദ്ധന്മാരുടെ ന്യായവിധി. അതേപ്പറ്റി നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തേത് കഴിഞ്ഞ ദിവസം പഠിക്കാനായിട്ട് തുടങ്ങി. അതാണ് ഇസ്രായേലിന്റെ ന്യായവിധി. നമ്മൾ എഴുതിയതനുസരിച്ച് അത് ഇതിന് ശേഷമുള്ളതാണെങ്കിലും നമ്മൾ അന്നേ പറഞ്ഞിരുന്നു, നടക്കുന്ന കാലക്രമം അനുസരിച്ച് വിശുദ്ധന്മാരുടെ ന്യായവിധി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് ഇസ്രായേലിന്റെ ന്യായവിധിയാണ്. സത്യത്തിൽ വിശുദ്ധന്മാരുടെ ന്യായവിധിയും ഇസ്രായേലിന്റെ ന്യായവിധിയും ഒരേ സമയത്ത് തന്നെ നടക്കേണ്ടതാണ്. വിശുദ്ധന്മാരുടെ ന്യായവിധി അങ്ങ് സ്വർഗത്തിലും ഇസ്രായേലിന്റെ ന്യായവിധി ഇങ്ങ് ഭൂമിയിലും ആണെന്ന് മാത്രം. രണ്ടും ഒരേ സമയം, ഒരേ കാലഘട്ടം. സ്ഥലം വേറെയാണ്, രീതി വേറെയാണ്, ഉദ്ദേശം വേറെയാണ് എന്ന് മാത്രം. വിശുദ്ധന്മാരുടെ ന്യായവിധിയുടെ ഉദ്ദേശം അവരുടെ പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകുക എന്നതായിരുന്നു എങ്കിൽ, അല്ല എന്നതായിരിക്കും, ആയിരുന്നു പറഞ്ഞാൽ ഭൂതകാലത്തിലല്ല, എന്നതായിരിക്കുമെങ്കിൽ ഇസ്രായേലിന്റെ ന്യായവിധിയുടെ ഉദ്ദേശം അവരുടെ അന്തിമ യഥാസ്ഥാപനമാണ്. ഇസ്രായേലിന്റെ ന്യായവിധിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദെയർ ഫൈനൽ റെസ്റ്റോറേഷൻ, അവരുടെ അന്തിമമായ വീണ്ടെടുപ്പ്, അവരുടെ അന്തിമമായ യഥാസ്ഥാപനം. എന്നാൽ ആ യഥാസ്ഥാപനം അങ്ങ് വെറുതെ കൊടുക്കുകയല്ല. അതിന് ചില എഴുത്തുകാരും പ്രസംഗകരും ഒക്കെ പറഞ്ഞു, ഞാൻ ചിലയിടത്തൊക്കെ വായിച്ചു, ദിസ് ഈസ് the judgment of Israel, especially the final judgment of Israel,
can be called a marriage of wrath and redemption. Marriage of wrath and love. ഇസ്രായേലിന്റെ അന്തിമ വീണ്ടെടുപ്പിനെ ചില വേദപഠിതാക്കൾ, എഴുത്തുകാരും മറ്റും വിശേഷിപ്പിക്കുന്നത് ദൈവക്രോധത്തിന്റെയും ദൈവകരുണയുടെയും സങ്കലനം എന്നാണ്. ദൈവക്രോധത്തിന്റെയും ദൈവകരുണയുടെയും വിവാഹമെന്ന് അവരതിനെ വിളിക്കുന്നുണ്ട്. കാരണം ഈ ന്യായവിധി ഇസ്രായേലിന്മേൽ ദേശീയമായ ന്യായവിധി നടക്കുമ്പോൾ തന്നെ ദൈവം തന്റെ ക്രോധവും പകരുന്നുണ്ട് അവരുടെ പാപത്തിനെതിരായി. അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് ദൈവം അവരുടെ മേൽ കരുണയും ചൊരിയുന്നുണ്ട്. ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ ഒരു സമന്വയം, ഒരു സങ്കലനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇസ്രായേലിന്റെ ന്യായവിധികൾ. സ്തോത്രം. ഇസ്രായേലിന്റെ ന്യായവിധിയിൽ ദൈവം അവരുടെ പാപത്തെ കൈകാര്യം ചെയ്യുന്നു. അവരുടെ നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഫോമേഷൻ, ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ, ഇസ്രായേൽ ജാതിയുടെ രൂപീകരണം മുതൽക്ക് ഈ അവസാന നിമിഷങ്ങൾ വരെയുള്ള അവരുടെ സകല പാപങ്ങൾക്കും ഉള്ള ശിക്ഷ ദൈവം വിധിക്കുന്നു. ഒപ്പം അവരെ മുടിച്ചു കളയുകയല്ല, ദൈവം അവരെ കരുണയോടെ ശേഷിപ്പിക്കുകയും കൂടെ ചെയ്യും. അതാണ് ഇസ്രായേലിന്റെ ന്യായവിധിയിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ നേരായ കാഴ്ചയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽക്ക് 18-ാം അധ്യായം വരെ കണ്ടത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മൾ കണ്ടു. ഇസ്രായേലിനെ വിധിക്കുക എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ ഒരു ദേശം, ഒരു ജാതി, ഒരു വംശം, ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഒരുമിച്ചാണ്, അവരെ കൂട്ടമായിട്ട് കണ്ടാണ് ദൈവം ന്യായം വിധിക്കുന്നത്. ഇതര ന്യായവിധികളിൽ നിന്നും വ്യത്യസ്തമായി വ്യക്തിപരമാണ് ഈ ന്യായവിധി. വ്യക്തിപരമായുള്ള മറ്റ് ന്യായവിധികളിൽ നിന്നും വ്യത്യസ്തമായി ഈ ന്യായവിധി കൂട്ടമായിട്ട, ഒരു ദേശമായിട്ട, ഒരു സംഘമായിട്ട. ഇത് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടായി. അത് പൊതു പ്രയോജനത്തിനായിട്ട് പറയാമെന്ന് കരുതി. ചിലപ്പോൾ ആ സംശയം ചോദിക്കാഞ്ഞവരുടെ ഉള്ളിലും ആ ചോദ്യം ഉണ്ടായേക്കാം. അതുകൊണ്ട് അത് പരസ്യമായിട്ട് പറയുന്നു. ചോദ്യം ഇതായിരുന്നു: ദൈവം ഇസ്രായേലിനെ ന്യായം വിധിക്കുന്നത് ഇവിടെ കോർപ്പറേറ്റ് ആയിട്ടാണ്, സംഘമായിട്ടാണ്, കൂട്ടമായിട്ടാണ്. ഇസ്രായേലിലെ ധാരാളം വ്യക്തികളെ, ഇസ്രായേലിൽ അന്ന് ജീവിച്ചിരിക്കുന്ന സകലരെയും ഇസ്രായേൽ എന്ന ഒറ്റ നിലയിൽ കണ്ടുകൊണ്ട് ന്യായം വിധിക്കുന്നു. ശരി, അത് മനസ്സിലായി. എന്നാൽ അതിനു മുമ്പ് മരിച്ചുപോയ, അന്ന് ജീവനോടില്ലാത്ത ഇസ്രായേലിയരെ ദൈവം എങ്ങനെയാണ് ന്യായം വിധിക്കുക? വ്യക്തിപരമായിട്ടായിരിക്കുമോ അതോ ഇതുപോലെ കൂട്ടമായിട്ടായിരിക്കുമോ? ഉത്തരം: ആ സമയത്ത് ജീവനോടിരിക്കുന്ന ഇസ്രായേലിയർ മാത്രമേ കോർപ്പറേറ്റായി ഒരുമിച്ച് ചേർന്ന് ഇസ്രായേൽ എന്ന ഒരു ദേശമെന്ന നിലയിൽ ന്യായം വിധിക്കപ്പെടുകയുള്ളൂ. ബാക്കി മരിച്ചുപോയ സകല ഇസ്രായേലിയരുടെയും ന്യായവിധി തികച്ചും വ്യക്തിപരമായി തന്നെ ആയിരിക്കും.
അടുത്ത ചോദ്യം, എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ന്യായവിധി? ഉത്തരം, മോശ മുഖാന്തരം ന്യായപ്രമാണം നൽകപ്പെടുന്നതിന് മുമ്പ് ജീവിച്ചിരുന്നവർക്ക് അവരുടെ മനസാക്ഷിയിൽ ദൈവം വെളിപ്പെടുത്തിയ ദൈവബോധമനുസരിച്ച്. 2, ന്യായപ്രമാണ കാലത്ത് ജീവിച്ചിരുന്നവർക്ക് ന്യായപ്രമാണം അനുസരിച്ച്. അതായത് മോശ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെ. മോശ മുതൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെ ജീവിച്ചിരുന്ന ഇസ്രായേല്യരെ ദൈവം ന്യായം വിധിക്കുന്നത് ന്യായപ്രമാണം അനുസരിച്ചാണ്. യേശുക്രിസ്തുവിന്റെ ഏതാണ്ട് 3 വർഷത്തിൽ പരം പരസ്യ ശുശ്രൂഷാ സമയത്തും ജീവിച്ചിരുന്നവരെ ന്യായപ്രമാണം കൊണ്ട് തന്നെ ന്യായം വിധിക്കും. കാരണം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും വരെ നിലനിന്നിരുന്നത് ന്യായപ്രമാണമായിരുന്നു. ആ ന്യായപ്രമാണത്തിനകത്ത് ആരെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു? മശിഹായെക്കുറിച്ച്. അവർ അത് മനസ്സിലാക്കണമായിരുന്നു. അതുകൊണ്ട് അതും ന്യായപ്രമാണത്തിനകത്ത് വരുന്ന കാര്യം. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഈ ഇസ്രായേലിന്റെ ജീവിച്ചിരിക്കുന്ന ഇസ്രായേല്യരുടെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ന്യായവിധി വരെ ജീവിക്കുന്ന ഇസ്രായേൽ മക്കളെ ദൈവം ന്യായം വിധിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിച്ചായിരിക്കും. അക്കോർഡിംഗ് ടു ദ ഗോസ്പൽ. റോമർ 2:16 നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. എന്റെ സുവിശേഷ പ്രകാരം ദൈവം ന്യായം വിധിക്കുന്ന നാളിൽ മനുഷ്യരെ ന്യായം വിധിക്കുന്ന നാളിൽ എന്റെ സുവിശേഷ പ്രകാരം. സോ അക്കോർഡിംഗ് ടു ദ ഗോസ്പൽ ദേ വിൽ ബി ജഡ്ജ്ഡ്. മഹാപീഡന കാലത്ത് ജീവിച്ചിരിക്കുന്ന ഇസ്രായേല്യരെ, ആ സമയത്ത് മരിച്ചു പോകുന്നവരുമുണ്ട് ധാരാളം, അവരെ കർത്താവ് ന്യായം വിധിക്കുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പോലെ എങ്ങനെയാണ് അവർ ക്രിസ്തുവിനോടും സത്യദൈവ പ്രമാണങ്ങളോടും പ്രതികരിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം സഭാ കാലയളവ് കഴിഞ്ഞാൽ, സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ, പിന്നെ ഇവിടെ ദൈവം തൻ്റെ 2 സാക്ഷികളെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുന്നുണ്ട്. 2 വിറ്റ്നസസ്. വെളിപ്പാട് 11-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണല്ലോ. അവർ വന്ന് സുവിശേഷം പ്രസംഗിക്കുകയായിരിക്കും. അതിൻ്റെ പ്രധാന അന്തസത്ത മശിഹ തന്നെയാണ്, ക്രിസ്തു തന്നെയാണ്. അപ്പോൾ സഭയുടെ ഉൽപ്രാപണ ശേഷം, ആഫ്റ്റർ ദ റാപ്ചർ ഓഫ് ദ ചർച്ച്, സഭയുടെ എടുക്കപ്പെടലിന് ശേഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഇസ്രായേല്യരെ, പ്രത്യേകിച്ച് കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ അല്ലാതെയുള്ളവർ, അതിനു മുമ്പ് മരിച്ചു പോകുന്നവർ, അവരെ കർത്താവ് ന്യായം വിധിക്കുന്നത് അവരോട് ഈ 2 സാക്ഷികൾ അറിയിച്ച സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അന്നും രക്ഷയ്ക്ക് കാരണം ക്രിസ്തു മാത്രമാണെന്ന് നമുക്കറിയാം. യേശുവിന്റെ രക്തത്തിൽ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച എണ്ണമില്ലാത്ത ഒരു കൂട്ടരെ
നമ്മൾ വെളിപ്പാട് 7-ാം അധ്യായം 9 മുതൽ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ അന്ന് മരിച്ചു പോകുന്ന ഇസ്രായേല്യരെ വ്യക്തിപരമായി ദൈവം ന്യായം വിധിക്കുന്നത് എങ്ങനെ അവർ എതിർ ക്രിസ്തുവിനോടും അവന്റെ ബിംബത്തോടും അവന്റെ സംഖ്യയോടും പ്രതികരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് 20:4 ഒന്നും കൂടെ വായിച്ചാട്ടെ. 20:4. I saw thrones on which were seated those who had been given authority to judge. And I saw the souls of those who had been beheaded because of their testimony for Jesus and because of the word of God. They had not worshipped the beast or his image and had not received his mark on their foreheads or their hands. They came to life and reigned with Christ for 1,000 years. അവിടെ കണ്ടോ, മഹാപീഡനകാലത്ത് മരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ന്യായവിധിയുടെ അടിസ്ഥാനം 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവ വചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവർ. അവര് 2 കാര്യങ്ങൾ കൂടെ അവരെ പറ്റി പറയുന്നു. അവരെന്ത് ചെയ്തില്ല? മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിച്ചില്ല. നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നു. ഇത്രയും കൈക്കൊണ്ടില്ല. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് മഹാപീഡനകാലത്ത് മരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ വ്യക്തിഗത ന്യായവിധിക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം അവർക്ക് അവരുടെ പക്കലുണ്ട്. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം ഈ 2 സാക്ഷികളിലൂടെ അവരുടെ പക്കലെത്തി. അത് മുറുകെ പിടിച്ച് അതിനോട് അവർ വിശ്വസ്തത പുലർത്തിയാൽ എതിർ ക്രിസ്തു അഥവാ മൃഗത്തിന്റെ പ്രതിമയെയോ മൃഗത്തെയോ നമസ്കരിക്കുകയുമില്ല, അവയുടെ മുദ്രയൊട്ട് ഏൽക്കുകയുമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ജീവിച്ചിരുന്ന് മരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ന്യായവിധി. പിന്നെ അപ്പം വ്യക്തിപരമായി ഇസ്രായേൽ മക്കളിൽ ന്യായം വിധിക്കപ്പെടേണ്ട കൂട്ടരെ നമ്മൾ കണ്ടല്ലോ. പഴയ നിയമകാലത്ത് പ്രീ മൊസൈക് പീരിയഡ്, മോശയ്ക്ക് മുമ്പ്, അതിനെ നമുക്ക് പ്രീ ലോ ഈറ, ന്യായപ്രമാണത്തിന് മുൻപുള്ള യുഗം എന്നും വിളിക്കാം. കാരണം മോശയുടെ കാലത്താണ് ന്യായപ്രമാണം നൽകപ്പെട്ടത്. അബ്രഹാം ഉൾപ്പെടെയുള്ള പിതാക്കന്മാർക്കും ന്യായപ്രമാണം നൽകപ്പെട്ടിരുന്നില്ല. ഹാബേൽ മുതൽ ഇങ്ങോട്ടുള്ള സകല പഴയ നിയമ വിശുദ്ധന്മാർക്കും ദൈവം ഭാഗികമായി നൽകിയ വെളിപ്പാടുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വെളിപ്പാടുകൾക്കനുസരിച്ച് മോശ മുതൽക്ക് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെ ഉള്ളവരെ ന്യായപ്രമാണം അനുസരിച്ച്, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, യേശുവിന്റെ ഉയർപ്പിന് ശേഷം സഭ എടുക്കപ്പെടുന്നത് വരെ ഉള്ള ഇസ്രായേല്യരെ വ്യക്തിപരമായി വിധിക്കുന്നത് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം നിമിത്തം. സഭ എടുക്കപ്പെട്ട ശേഷം മഹാപീഡനകാലം മുഴുവനും ആ സമയത്ത് മരിക്കുന്ന ഇസ്രായേല്യരുടെ വ്യക്തിപരമായ ന്യായവിധിയുടെ രീതി നമ്മൾ വെളിപ്പാട് 20:4 കണ്ടു. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും പ്രമാണിക്കുക, എതിർ ക്രിസ്തുവിനെയോ അവന്റെ ബിംബത്തെയോ നമസ്കരിക്കാതെ ആരാധിക്കാതിരിക്കുക, അവന്റെ മുദ്ര ഏൽക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി കാണുമായിരിക്കുമല്ലോ. സ്തോത്രം. പാസ്റ്ററെ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ?
ആ എതിർ ക്രിസ്തുവിന്റെ ഭരണം ഇസ്രയേല് മാത്രം, ലോകം മുഴുവൻ ഉണ്ടല്ലോ. അതെ, അന്നേരം കൈവിടപ്പെട്ടു പോയ ചിലർക്കും ആ എതിർ ക്രിസ്തുവിന്റെ മുദ്രയോ അവനെ നമസ്കരിക്കാതെ രക്തസാക്ഷികളായവർക്കും കൂടെ രക്ഷപ്പെടുവാൻ ഒരു ചാൻസ് ഉണ്ടോ? രക്തസാക്ഷികളാകുകയാണെങ്കിൽ, എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും. എന്നാൽ നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഇന്ന് ഇത്രയധികം സ്വാതന്ത്ര്യം വിശുദ്ധരായിട്ട് ജീവിക്കാൻ നമുക്കുള്ളപ്പോൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ കഴിയാത്തവർക്ക് അന്ന് എങ്ങനെ സാധിക്കും എന്ന ചോദ്യമുണ്ട്. രണ്ട്, ദൈവത്തിൻ്റെ വ്യക്തിഗത തീരുമാനമാണ്, അതിന് നമുക്കറിയാൻ പറ്റില്ല എന്ന് വെച്ചാൽ, നമ്മളിതിനു മുമ്പ് പഠിച്ചതാണ്, 2 പ്രാവശ്യം നമ്മളിത് ചർച്ച ചെയ്തിട്ടുണ്ട്. ചിലർക്ക് ജീവിച്ചിരിക്കെ തന്നെ മാനസാന്തരത്തിനുള്ള സമയപരിധി തീർന്നു കഴിഞ്ഞത്. അതാരൊക്കെയാ എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇന്നും ഉണ്ട് ആ കാര്യം, ഇന്നും ഉണ്ട്. ഈവൻ while a person is still alive, it is possible that God's mercy or grace for him has come to an end. It is ceased, and therefore such people cannot repent. So it is also therefore possible, if the left out people who were Christians, who were preachers, who were believers, but could not go with Christ because of their personal sinfulness. We don't know whether or not they will get another chance. It is quite personal for God. And if they are not deprived of the opportunity to repent, they can, of course, because it is possible in many cases that God's mercy has ceased to exercise in the lives of some particular people for repentance. ഇന്നും ഉണ്ടല്ലോ ജീവനോടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ കരുണ തീർന്നുപോയത്, ദൈവത്തിൻ്റെ മനസ്സലിവ് നിന്നുപോയത്. അവർക്ക് മാനസാന്തരത്തിന് പിന്നെ അവസരം ഇല്ല. ഈ കൈവിടപ്പെട്ടു പോകുന്ന എല്ലാവരെയും ദൈവം ആ ഗണത്തിൽ ഉൾപ്പെടുത്തുമോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായും കൈവിടപ്പെട്ടു പോകുന്നവർക്ക് ചിലർക്കെങ്കിലും മഹാപീഡന കാലത്തിലൂടെ രക്ഷപ്പെടുവാനും രക്ഷിക്കപ്പെടുവാനും അവസരമുണ്ടാകും. Same option will be available to Jews also now also available to them. It is very much open for Israel also now. ഇപ്പൊ എല്ലാവർക്കും, ഇസ്രായേൽ ഉൾപ്പെടെ എല്ലാവർക്കും ദൈവകൃപ ഉദിച്ചു തുറന്നു കിടക്കുകയാണ്. But for Israel during that time as a nation, they have full opportunity. It is not seized for them. But for non-Jews, it is possible in the cases of some individual persons, but not for Israel. Or for Israel as a nation, that would be the very time of their restoration and their repentance. ആ ഒരു കാലഘട്ടം ഇസ്രായേലിനെ സംബന്ധിച്ച് രക്ഷയ്ക്ക് അടവുള്ള കാലമല്ല, ഓപ്പണായിട്ട് കിടക്കുന്ന സമയമാണ്. കാരണം ആ കാലഘട്ടം പ്രത്യേകാൽ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്നതാണ്.
അതുകൊണ്ട് ഇസ്രായേലിന് മൊത്തമായിട്ട് ആ കാലത്ത് രക്ഷിക്കപ്പെടാം. ദേവാസം പറഞ്ഞ പോലെ അങ്ങനെ എക്സെപ്ഷൻ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ആ കരുണ അടച്ചു കളഞ്ഞിട്ടില്ല. പക്ഷെ അവര് പീഡനകാലത്തിലേക്ക് പോയി. അങ്ങനെയുള്ളവർ സുവിശേഷം കേട്ടവരുമാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സാക്ഷികളുടേതായ സുവിശേഷമാണോ അല്ലെങ്കിൽ വചനമാണോ അവർക്ക് അപ്ലിക്കബിൾ, അതോ അവര് മുൻപ് കേട്ടിരുന്ന സുവിശേഷം എന്ന് പറഞ്ഞ കൃപായുഗത്തിൽ ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ളതാണോ അവർക്ക് അപ്ലിക്കബിൾ ആകുക? ഇസ്രായേലിനെ സംബന്ധിച്ചാണോ ചോദിക്കുന്നത്? അല്ല, അല്ലാത്തവർ, കൈവിടപ്പെട്ടു പോയവർ, പക്ഷെ അതിനുശേഷം അങ്ങനെ ഒരു അവസരം ലഭിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ എല്ലാവർക്കും, അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് രണ്ട് സാക്ഷികളിലൂടെ ലഭിക്കുന്ന സുവിശേഷം. കാരണം മറ്റേതിന്റെ കാലാവധി കഴിഞ്ഞു. അതുപോലെ ദേവദാസം പറഞ്ഞിരിക്കുന്ന ഇപ്പൊ പലരുടെയും ജീവിതകാലത്ത് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ തടയപ്പെട്ടു, അല്ലെങ്കിൽ ആ കാലപരിധി കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ 49-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു എന്ന് പറഞ്ഞത് ഈ വാക്യവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ചിലർക്ക് മാനസാന്തരം ഇല്ല. ആ ഭാഗത്തോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്ക് ശൗലിനെ കാണാം. ശൗൽ രാജാവ് ധാരാളം അവസരങ്ങൾ മാറി കൊടുത്തു. ഏറ്റവും ഒടുവിൽ ശൗൽ രാജാവിന്റെ ഏറ്റവും ദയനീയമായ സ്ഥിതി നമ്മൾ വായിച്ചിട്ടുണ്ട് ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന്. ഒടുവിൽ അവൻ he was running from pillar to the post. വേറെ ഒന്നും വേണ്ട. ഹിന്ദിയിൽ പറയും ഏടി ചോട്ടിക്ക് പ്രയാസ് കർ റാ ഥാ. അശ്രാന്ത പരിശ്രമം അവൻ നടത്തി. ഏറ്റവും ഒടുവിൽ എങ്ങനെങ്കിലും ദൈവം എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ. അതിനല്ലോ അദ്ദേഹം വെളിച്ചപ്പാടത്തിനടുത്ത് പോയത്. അതെ, അത് ഞാൻ വായിക്കുമ്പോഴും ഓർക്കുമ്പോഴും എന്നെ ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു പ്രയോഗം. ദൈവം സ്വപ്നത്തിൽ കൂടെയോ ഊരീം തുമ്മീമിൽ കൂടെയോ പ്രവാചകന്മാരിൽ കൂടെയോ ഒന്നും ശൗലിനോട് സംസാരിച്ചില്ല. പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, അവൻ ധാരാളം പരിശ്രമിച്ചു. പ്രവാചകന്മാരുടെ അടുക്കൽ പോയി, ഊരീമും തുമ്മീമും കൊണ്ട് നോക്കി, ഒരു രക്ഷയില്ല. അപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഗതികെട്ടാണ് അവൻ തന്നെ ഒരിക്കൽ നിരോധിച്ചിരുന്ന വെളിച്ചപ്പാടത്തിയെ തേടിപ്പോയത്. ഇതുപോലെ ജീവിച്ചിരിക്കെ തന്നെ കരുണ അടച്ചു കളഞ്ഞ അനുഭവങ്ങളുണ്ട്. അവരെ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു, പാതാളത്തിന്റെ ആടുകളായി ഉപേക്ഷിച്ചു കളഞ്ഞു. അത് ആ അർത്ഥത്തിൽ നമുക്കെടുക്കാം. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മൾ ആവർത്തിച്ച് പറയാറുള്ള ഭാഗമായിരുന്നു റോമാലേഖനം 1-ാം അധ്യായം 24, 26, 28 വാക്യങ്ങൾ. ദൈവം തന്നെ അവരെ പാപത്തിനങ്ങ് ഏൽപ്പിച്ചതാ. പിന്നെ അവർക്ക് മാനസാന്തരം ഇല്ല. അങ്ങനെയുള്ളവർ ഇന്നുമുണ്ട്. ഒരുപക്ഷെ ഈ കൈവിടപ്പെട്ടു പോകുന്ന കൂട്ടത്തിലും ഉണ്ടാകും. എന്നാൽ കൈവിടപ്പെട്ടു പോയ ശേഷം, സഭയുടെ ഉൽപ്രാപണ ശേഷം ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ രക്ഷയ്ക്ക് ആധാരം ഈ രണ്ട് സാക്ഷികൾ പ്രസംഗിക്കുന്ന സുവിശേഷം തന്നെയാണ്. അല്ലെങ്കിൽ അന്ന് രക്ഷയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ളത് നമ്മൾ വെളിപ്പാട് 20:4 കണ്ട കാര്യം തന്നെയാണ്. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും പ്രമാണിക്കുക, എതിർ ക്രിസ്തുവിനെയും അവന്റെ ബിംബത്തെയും നമസ്കരിക്കാതിരിക്കുക, അവന്റെ മുദ്ര ഏൽക്കാതിരിക്കുക. അവര് പ്രൊമോട്ട് ചെയ്യുന്ന പാപങ്ങളുണ്ട്. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ വ്യാപരിക്കപ്പെടുന്ന പാപങ്ങളുണ്ട്. ആരാധനാ വിഷയത്തിൽ, സാൻമാർഗിക വിഷയത്തിലൊക്കെ, ഇൻ moral aspects, in worship, there will be so many sins. ആ പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. ഇതൊക്കെ മതി അന്ന് രക്ഷിക്കപ്പെടാൻ.
അന്ന് സത്യം പറഞ്ഞാൽ എതിർ ക്രിസ്തുവിന്റെ ബിംബത്തെ നമസ്കരിക്കാതെ അവന്റെ മുദ്ര ഏൽക്കാതെ ഇരിക്കുന്നവർക്ക് പാപം ചെയ്യാൻ സമയം പോലും കാണുന്നു. സ്വസ്ഥമായിട്ട് എവിടെങ്കിലും ഒന്ന് നിന്നിട്ട് വേണ്ടേ? തുണി ഉടുക്കാൻ നേരം കാണത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ നഗ്നരായിട്ടായിരിക്കും അന്ന് പലരും ഓടുന്നത്. ഇപ്പം വസ്ത്രമൊന്നും ഉടുക്കാൻ വേണ്ടി നാണം മറയ്ക്കാൻ സമയമില്ലെന്ന്. അപ്പോഴാ പിന്നെ പാപം ചെയ്യാൻ. അതുകൊണ്ട് അതൊരു വിഷയമേ ആയിരിക്കില്ല പാപം എന്നുള്ളത്. എങ്ങനെങ്കിലും പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന കാലമാണ്. അപ്പൊ അന്ന് പ്രായോഗികമായിട്ട് തീരുന്നത് 2 സാക്ഷികളുടെ ശുശ്രൂഷ തന്നെയാണ്. അത് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷത്തിൽ നിന്ന് വലിയ വ്യത്യാസമില്ല. ഇന്ന് കൃപയാലെ എന്ന് പറയുമ്പോൾ അന്ന് അവർക്ക് ആ ഒരു കൃപയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ചിലതും കൂടെ ചെയ്യാനായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവവചനത്തിന്റെ അനുസരണവുമാണ് വിഷയം. താങ്ക് യു പാസ്റ്റർ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞത് മലയാളത്തിലാണ് ഞാൻ എല്ലാം പറഞ്ഞത്. അതുകൊണ്ട് ചിലർക്ക് അത് മനസ്സിലായില്ല എന്ന് വന്നതുകൊണ്ട് ഒന്ന് സമ്മറൈസ് ചെയ്തോട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ ഇസ്രായേലിൻ്റെ പേഴ്സണൽ ജഡ്ജ്മെന്റ്, വ്യക്തിപരമായ ന്യായവിധിയെക്കുറിച്ച് ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് ഇംഗ്ലീഷിൽ സമ്മറൈസ് ചെയ്തുകൊള്ളട്ടെ, ഒന്ന് പറയാൻ വേണ്ടി ചോദ്യം വന്നതുകൊണ്ട്. മറ്റുള്ളവർ ക്ഷമിച്ചാലും. So we are now dealing with the judgment of Israel. That is a corporate judgment. That will happen during the time of tribulation. Simultaneously with the judgment of the saints. The judgment of the saints will be going on in heaven, but the judgment of Israel will be going on earth. Purpose also is different. The purpose of our judgment will be distribution or awarding of rewards. But the purpose of Israel's judgment will be their purification, their final restoration. And that would be corporately done, not individually. But the question was, then how the individual judgments will take place? So we will divide these people, these saints, in different parts. And the first part is the pre-Mosaic saints. The saints lived before Moses, before the law was given to Moses. And God will be judging them individually according to the revelation God had given to them in their conscience. Because there was no written law by the time of Moses. So the pre-Mosaic people will be individually judged according to the divine revelation God already had given them in their conscience. Second group falls from Moses to Jesus' crucifixion. That is the period of law. That is even the Old Testament period, we can say. From our ever since the law was given to Moses, till Jesus established the new covenant by shedding his blood on the cross. That is the second group. And they will be individually judged according to the law of Moses. That means our Old Testament. According to the law given to Moses, and also time to time the oracles given through prophets. And the third group falls from the resurrection of Jesus to the rapture of the church.
They will be judged according to the Christian gospel as per Romans 2:16. They will be individually judged, whether they are Israel or Greeks or the church, whoever it be, every person individually be judged according to the gospel of Jesus Christ, especially those who heard the gospel, those who had the chance to hear the gospel. Then comes the next group, especially the people of Israel living during the time of tribulation, but who would be martyred or who would be naturally dead before Jesus coming to this earth. They will be judged according to what we read in Revelation 20 verse 4, whether they were faithful to the testimony of Jesus they heard from the two witnesses in Revelation 11, and whether or not they were faithful, they were loyal to the word of God, whether or not they worshipped the beast, the Antichrist, and his image. Fourthly, whether or not they had received the seal of the beast. If it is yes to the first two and no to the last two, okay, they will be spared, they will be rewarded. So this is the judgment system of individual Israelites, even beginning from pre-Abrahamic time. I think now you got it. Okay. So what about those in the New Testament period who didn't hear the gospel? They also have God's word or oracles given into their conscience. So pre-Mosaic Lord, Pardon? those like the pre-Mosaic saint. Pre-Mosaic. Yeah, They'll be yes, judged the yes. same way. Yeah, exactly as those people. That's what we read in Romans chapter 2. Okay. ഇപ്പം ഒന്ന് ദിനവൃത്താന്തം 10:13 നമ്മുടെ സിനിൽ ബ്രദറെ കോട്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും ദൈവം അവനെ ശിക്ഷിച്ചു. അതെ അതെ സിനിൽ ബ്രദർ. ശൗൽ രാജാവിന്റെ പാപത്തെക്കുറിച്ച്, അവന്റെ നാശത്തെക്കുറിച്ച് ഫസ്റ്റ് ക്രോണിക്കിൾസ് 10:13, ഒന്ന് ദിനവൃത്താന്തം 10:13 പറഞ്ഞിരിക്കുന്ന കാര്യം സിനിൽ ബ്രദർ കോട്ട് ചെയ്തതാണ്. എക്സാക്ട്ലി. ശരി, ഇത്രയും കാര്യങ്ങൾ ആയെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാമല്ലോ. അപ്പം ഇസ്രായേലിന്റെ ന്യായവിധി, അതിൻ്റെ ലക്ഷ്യവും നമ്മൾ കണ്ടു. അവരുടെ പൂർണ്ണമായ യഥാസ്ഥാപനമാണ്. കാരണം നമ്മൾ പുതിയ നിയമത്തിൽ തന്നെ കാണുന്നുണ്ട്, ദൈവം ഇസ്രായേലിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവോ? റോമാലേഖനം 9, 10, 11 അധ്യായങ്ങളിൽ പൗലോസ് ശ്ലീഹ അതാണ് കൈകാര്യം ചെയ്യുന്നത്. റോമാലേഖനം 9-ാമത്തെ അധ്യായം ഇസ്രായേലിന്റെ ചരിത്രം, റോമർ 10 ഇസ്രായേലിന്റെ വർത്തമാനകാലം, റോമർ 11 ഇസ്രായേലിന്റെ ഭാവി. 11
ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 11:1. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല. ഞാനും ഇസ്രായേലാണല്ലോ. അബ്രാഹത്തിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ഇവിടെ പൗലോസ് ഇസ്രായേലിന്റെ ചരിത്രവും വർത്തമാനകാല തള്ളപ്പെടുന്ന അവസ്ഥകളുമൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ? ഉത്തരം, ഒരു നാളുമില്ല. ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് ഇനിയും ഒരു വീണ്ടെടുപ്പ് അന്തിമമായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ അത് തന്നെയാണല്ലോ ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ച് പഠിച്ചത്. 70-ാം ആഴ്ചവട്ടം ദൈവം മാറ്റിവെച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ സമ്പൂർണമായ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. സമ്പൂർണമായ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ഈ ഇസ്രായേലിന്റെ കാഠിന്യം എത്ര കാലത്തേക്കാ? എപ്പോൾ വരത്തേക്കാ? ഇപ്പോൾ അവരെ തള്ളിക്കളഞ്ഞതുപോലെ നാം കാണുന്നു. എത്ര കാലത്തേക്കാണ് ഈ ഉപേക്ഷണം? For how long God will despise the people of Israel as of now, as we speak? ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം. Yes, Shirley sister. 11:25, 11:25. കിട്ടിയില്ലേ? എന്നാ പിന്നെ ഞാൻ തന്നെ വായിക്കാം. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. സ്തോത്രം. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇസ്രായേലിന് ഇപ്പോൾ ഉള്ള ഈ ദൈവജനം എന്ന നിലയിൽ സ്വീകാര്യതയില്ലാതിരിക്കുന്ന, ദൈവം അവരോട് മുഖം തിരിച്ചിരിക്കുന്ന, ദൈവം അവരോട് നീരസപ്പെട്ടിരിക്കുന്ന ഈ സ്ഥിതി, ദൈവത്തിന് അവരോട് ഇപ്പം വലിയ രസമില്ല. അതാണല്ലോ നീരസം എന്നതിൻ്റെ അർത്ഥം. ഇന്നലെ ഞങ്ങള് ചർച്ചിൽ 6-ാം സങ്കീർത്തനം ചിന്തിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, യഹോവേ യഹോവേ, നിന്റെ ക്രോധത്തിൽ ശിക്ഷിക്കരുതേ, ആ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കുകയുമരുതേ. എന്നാൽ അവിടെ ഇസ്രായേൽ ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ചോ മനെ. Do not chasten me in your hot displeasure. Hot displeasure. തീവ്രമായ നീരസം, പിണക്കം. അപ്പോൾ ദൈവം ഇന്ന് ഇസ്രായേലിനോട് നീരസപ്പെട്ടിരിക്കുക. അത്ര രസത്തിലല്ല. പക്ഷെ എപ്പോൾ വരെ ആയിരിക്കും അത്? ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം. സ്തോത്രം. അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതല്ലയോ സഭയുടെ ഉൾപ്രാവണം. അതെ,
സഭ എന്ന് പറയുന്നത് ഇസ്രായേല്യരും ജാതികളും കൂടെ ചേർന്നതാണ്. സഭയ്ക്കകത്ത് ഇസ്രായേലും ഉണ്ട്, യവനൻ അഥവാ ജാതികളും ഉണ്ട്. ജാതികൾ സഭയിലേക്ക് വരാൻ തുടങ്ങിയത് അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായത്തിലാണ്. ചിലപ്പോൾ 8-ാം അധ്യായമാകാൻ സാധ്യതയുണ്ട്. 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എത്യോപ്യക്കാരൻ ഷണ്ണന്റെ മാനസാന്തര. അയാൾ യഹൂദൻ ആകാതിരിക്കാനാണ് സാധ്യത. അയാൾ യഹൂദൻ അല്ലായിരുന്നെങ്കിൽ സഭയിലേക്ക് ആദ്യം രക്ഷിക്കപ്പെട്ടു വരുന്ന യഹൂദേതരൻ, നോൺ ജൂയിഷ് കൺവേർട്ട് എന്ന് പറയുന്നത് ആ മനുഷ്യനാകാം. അല്ലെങ്കിൽ പിന്നെ കൊർന്നല്യോസ് ആണെന്നതിന് സംശയമില്ല. 10-ാം അധ്യായത്തിൽ അന്നു മുതൽ ജാതികൾ സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളാകുന്നു. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ സഭയുടെ നിർവചനം, ഡെഫിനിഷൻ ഓഫ് ദ ചർച്ച്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികൾ. സ്തോത്രം. ആയിത്തീരുക എന്ന ദൈവത്തിന്റെ അനാദി നിർണയം എന്ന് നമുക്കതിനെ നിർവചിക്കാം. എഫേസ്യർ 3:6 വായിച്ചത് കേട്ടോ. എഫേഷ്യൻസ് 3:6. അതാണ് സഭയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു നിർവചനം. സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ ജാതികൾ ഇസ്രായേൽ മക്കൾക്കൊപ്പം ഏക ശരീരസ്ഥരാവുക, വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളായി തീരുക, സമീപസ്ഥരായി തീരുക എന്ന ദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ പൂർത്തീകരണമാണ് സഭ. സ്തോത്രം. അനാദി നിർണയത്തിന്റെ പൂർത്തീകരണം. അങ്ങനെ അന്നു മുതൽ സഭയിൽ സുവിശേഷത്താൽ ജാതികൾ പ്രവേശിച്ചു തുടങ്ങി. അത് അവസാനത്തെ ആളും കൂടെ ചേർന്ന സഭ അതിൻ്റെ പണി പൂർത്തിയായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നതിനെയാണ് റോമർ 11:25 ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുവരെ ഇസ്രായേലിന് അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിനുശേഷമാണ് അവരുടെ യഥാസ്ഥാപന കർമ്മം ദൈവം പുനരാരംഭിക്കുന്നത്. ഇപ്പം മുഖവുര എന്നേ ഉള്ളൂ, സ്റ്റാർട്ടർ എന്നേ ഉള്ളൂ, മെയിൻ കോഴ്സ് വരുന്നതേ ഉള്ളൂ. 70-ാം ആഴ്ചവട്ടം തുടങ്ങുന്നത് സഭയുടെ ഉൽപ്രാവണ ശേഷമായിരിക്കുമെന്നാണ് നാം ഇവിടെ റോമർ 11 വായിക്കുന്നത്. എന്നിട്ടാണ് നാം വായിക്കുന്നത് 11:25, 26 കൂടെ, 26, 27 കൂടെ വായിച്ചാട്ടെ. 26 and 27 ഓൾസോ. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 26 കൂടെ. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനായി രക്ഷിക്കപ്പെടും. ഉം. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. Yeah. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നു. ഓർമ്മ കാണും നിങ്ങൾക്ക് ദാനിയേൽ 9:25-26 വാക്യങ്ങളിൽ 70 ആഴ്ചവട്ടത്തിന്റെ 6 ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഓർക്കുന്നോ? We have learned about 6 purposes of 70 weeks from Daniel chapter 9 verses from 25 to 26. Otherwise 24 following. 24 മുതൽക്കുള്ള വാക്യങ്ങളിൽ ദാനിയേൽ 9-ാം അധ്യായത്തിൽ 6 ലക്ഷ്യങ്ങൾ നമ്മൾ കണ്ടു 70 ആഴ്ചവട്ടത്തിന്റെ. എന്തൊക്കെയാ?
അതിക്രമത്തെ തടസ്സം ചെയ്യുവാനും ആ പാപങ്ങളെ മുദ്രയിടുവാൻ മുദ്രയിടുവാൻ, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ യാ നിത്യനീതി വരുത്തുവാൻ ഉം, ദർശനവും പ്രവചനവും മുദ്രയിടുവാനും യാ അതിപരിശുദ്ധമായതിനെ മുദ്രയിടും. സ്തോത്രം. അതിൽ ആദ്യത്തെ 4 ഇസ്രായേലിന്റെ പാപക്ഷമയുമായി ബന്ധപ്പെട്ടാണ്. അതാണ് നാം ഇപ്പോൾ പ്രവചനം പൗലോസ് ഉദ്ധരിച്ച് റോമർ 11:26-27 വായിച്ചത്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് പുറപ്പെടും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഇസ്രായേലിന്റെ പാപത്തെ മുഴുവനും എടുത്തു മാറ്റുകയാണ്. അവരുടെ പാപങ്ങളെ നീക്കും, അവരോട് എന്നിട്ടൊരു പുതിയ നിയമം ചെയ്യും. ഇതെല്ലാം സംഭവിക്കുന്നത് എപ്പോഴാണ്? ഈ മഹാപീഡന കാലത്താണ്, 70-ാം ആഴ്ചവട്ടത്തിലാണ്. അങ്ങനെ അവരുടെ പാപത്തിന് അവർക്ക് ശിക്ഷ വിധിച്ചുകൊണ്ട് അവരെ ശുദ്ധീകരിച്ച് അവരെ പൂർണ്ണമായും അന്തിമമായും വീണ്ടെടുക്കുന്ന പ്രക്രിയ. ഇതാണ് ഇസ്രായേലിന്റെ ന്യായവിധി. ഇത് 70-ാം ആഴ്ചവട്ടമായ സഭയുടെ എടുക്കപ്പെടലിന് ശേഷമുള്ള എതിർക്രിസ്തുവിന്റെ ഭരണസമയത്തായിരിക്കും സംഭവിക്കുക. So now Israel is not finally redeemed. God will make everything possible for them to be finally restored to himself. And that would be during the time of 70th week as per Daniel 9, or during the time of Antichrist's reign, that is called the time of tribulation, the time of Jacob's trouble, യാക്കോബിന്റെ കഷ്ടകാലം എന്ന് വിളിക്കപ്പെടുന്ന ആ കാലഘട്ടം. How they would be restored? എങ്ങനെയാണ് ഇസ്രായേൽ വീണ്ടെടുക്കപ്പെടുന്നത്? ദൈവം അവരെ പൂർണ്ണമായും വീണ്ടെടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. റോമർ 11:26, 11:26 റോമൻസ്, ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. As a nation, they all will be saved. അന്ന് ജീവിച്ചിരിക്കുന്ന സകല യഹൂദന്മാരും സകല ഇസ്രായേല്യരും രക്ഷിക്കപ്പെടും. എങ്ങനെ? ദൈവം അവരുടെ പാപം അവരിൽ നിന്നങ്ങ് എടുത്തു മാറ്റും. കർത്താവ് അവരോട് അവരുടെ പാപം അങ്ങ് ക്ഷമിക്കും. അവരുടെ പാപം നമ്മൾ കണ്ടു, മശിഹായെ നിരസിച്ചതാണ്, തള്ളിക്കളഞ്ഞതാണ്. ദൈവം അവർക്ക് നൽകിയ രക്ഷയുടെ വാഗ്ദത്തം അവർ വേണ്ടെന്ന് പറഞ്ഞതാണ്. യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് അവർ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ രക്തത്തിന്റെ വില. എന്നാൽ അത് കർത്താവ് അവരോടങ്ങ് ക്ഷമിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ അവരെ കൊണ്ട് ഇത് കൊടുത്തു തീർക്കാൻ ഒക്കത്തില്ല എന്നതുകൊണ്ട് ദൈവം ഒരു വൺ ടൈം ലംസം പേയ്മെന്റ്, ഒരു തുക ഒരുമിച്ചങ്ങ് അടപ്പിച്ചിട്ട് ബാക്കിയുള്ളതങ്ങ് പൊറുക്കും. അങ്ങനെ ഒരുമിച്ച് ഒരു തുക അടപ്പിക്കുന്ന പരിപാടിയാണ് ഈ മഹാപീഡന കാലത്ത് അവരെ കടത്തിക്കൊണ്ടുപോകുന്ന ശിക്ഷാ നടപടികൾ. നാം അതേക്കുറിച്ച് ഇതിനു മുമ്പും വായിച്ചിട്ടുണ്ടല്ലോ. യെഹെസ്കേൽ 20-ാമത്തെ അധ്യായം
33 മുതൽക്ക് ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ അത് വായിച്ചിട്ടുള്ളതാണ്. യഹസ്കേൽ പ്രവചനം 20:37 വാക്യം ഒന്ന് വായിച്ചോളൂ. 20:37 എസെക്കിയേൽ. ഞാൻ നിങ്ങളെ തോലിൻ കീഴിൽ കിടത്തി നിയമത്തിന്റെ ബന്ധനത്തിൽ ഉൾപ്പെടുത്തും. കോലിൻ കീഴേ കൂടെ കടത്തും. കോല്, റോഡ്. God will cause them to go under through the road. എന്താ കോലിന്റെ അർത്ഥം? നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. It stands for discipline, disciplining. റോഡ് അഥവാ കോല് അടിച്ച് അനുസരണം പഠിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ്. അച്ചടക്ക നടപടിയുടെ പ്രതീകമാണ് ഈ കോലെന്ന് പറയുന്നത്. That means God will strictly be disciplining the people of Israel. ആ ഡിസിപ്ലിനിങ്ങിൽ, ആ അച്ചടക്ക നടപടിക്രമങ്ങളിൽ ചിലരൊക്കെ ചിലപ്പോൾ ഇല്ലാതായി എന്ന് വന്നേക്കാം. മറ്റൊന്നാണ് നമ്മൾ നേരത്തെ കണ്ടത് 22 അധ്യായത്തിൽ. യഹസ്കേൽ തന്നെ 22:17 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് എന്ത് ചെയ്യുമെന്ന? ഉലയുടെ നടുവിൽ വെള്ളി ഉരുക്കിയെടുക്കുന്നു. ഉലയുടെ നടുവിൽ വെള്ളി ഉരുക്കി അതിലെ കീടങ്ങൾ കളഞ്ഞ് ശുദ്ധീകരിക്കുന്നത് പോലെ ഇസ്രായേലിനെ will cause go through the furnace to purify them as silver is purified or any metal. ഏതൊരു ലോഹവും തീയിലിട്ട് ഉരുക്കി ശുദ്ധി ചെയ്യുന്നത് പോലെ ഇസ്രായേലിനെ തീച്ചൂളയിലൂടെ, ഉലയിലൂടെ കടത്തിവിട്ട് ഉരുക്കി ശുദ്ധി ചെയ്ത് അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ക്രിയ. സ്തോത്രം. ഇതാണ് ഇസ്രായേലിന്റെ യഥാസ്ഥാപന ക്രമം എന്ന് പറയുന്നത്. ഇങ്ങനെ അവർക്ക് ശിക്ഷ കൊടുത്ത്, അവരുടെ പാപത്തിന് ശിക്ഷ കൊടുത്ത് അവരെ ദൈവം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും. എന്താണ് അവരുടെ മാനസാന്തരം? അവർ ദൈവത്തോട്, ദൈവവചനത്തോട്, മശിഹായോട് ചെയ്തത് ഏറ്റുപറയിപ്പിക്കും. കോമ്പൻസേഷൻ അവരിൽ നിന്ന് ഒരു തിരിച്ചടവ് നടത്തും. അത് പ്രത്യേകാൽ സംഭവിക്കുന്നത് എപ്പോഴാണ്? പഞ്ചമുറിവേറ്റ അവരുടെ മശിഹായെ അവർ കാണുമ്പോൾ അവർക്ക് സംഭവിച്ച പാപത്തെക്കുറിച്ച് അനുതപിച്ച്, മാറത്തടിച്ച്, വിലപിച്ച്, മാനസാന്തരപ്പെട്ട് യേശു തന്നെ തങ്ങളുടെ മശിഹ എന്ന് അവർ ഏറ്റുപറഞ്ഞു. യേശുവിനെ അവരുടെ മശിഹയായിട്ട് കൈക്കൊള്ളും. ഇതെപ്പോൾ സംഭവിക്കും? വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുമ്പോൾ. ഇതെപ്പോൾ സംഭവിക്കും? വെളിപ്പാട് 1:7
മേഘാരൂഢനായി അവൻ വരുമ്പോൾ. ഇത് എപ്പോൾ സംഭവിക്കും? എല്ലാ കണ്ണും അവനെ കാണുമ്പോൾ. ഇതെപ്പോൾ സംഭവിക്കും? അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണുമ്പോൾ. ഇതെപ്പോൾ സംഭവിക്കും? അവനെ കുത്തിത്തുളച്ച് ഇവനെ ക്രൂശിച്ചു കളക എന്ന് ആക്രോശിച്ച ജനസമൂഹം. അയ്യോ, ഇതായിരുന്നല്ലോ ഞങ്ങളുടെ മശിഹ എന്ന് പറഞ്ഞ് മുട്ടുകുത്തി കൈകൾ വിരിച്ച് അവനെ സ്വീകരിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ. അപ്പോഴാണ് ഇസ്രായേലിന്റെ ന്യായവിധി പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് ഇസ്രായേലിന്റെ യഥാസ്ഥാപനവും അന്തിമമായി സംഭവിക്കുന്നത്. സ്തോത്രം. അതാരും നമ്മള് ശനിയാഴ്ച ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ? ചില എഴുത്തുകാരുടെ ഭാഷയിൽ പാപം ചെയ്ത ഹവ്വായോട് ദൈവം ശാപമായിട്ട് പറഞ്ഞത് ഗർഭധാരണവും വേദനയോടുകൂടി ഗർഭധാരണം ഏറ്റവും വർദ്ധിപ്പിക്കുമെന്ന്. പാപത്തിന്റെ ഫലമായി പ്രസവ വേദന വർദ്ധിച്ചു. പക്ഷേ വേദനപ്പെടുത്തി നിർത്തിയില്ല. ഏറ്റവും ഒടുവിൽ ആ വേദനയ്ക്ക് ഒരു ആശ്വാസം, ഒരു ജനനം. ഇതുപോലെ ഇവിടെ എന്താ ഇസ്രായേലിന് സംഭവിക്കുന്നത്? ഈ ന്യായവിധി സമയത്ത് പ്രസവവേദന പോലെയുള്ള ഒരവസ്ഥയാണ്. പക്ഷേ അതിൻ്റെ അവസാനം ഒരു ജനനം സംഭവിക്കുന്നു. സമയം നമ്മുടെ ഇത് തീരുന്നല്ലോ. അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ എത്താം. യെരമ്യാവിൽ നിന്നും യെശയ്യാവിൽ നിന്നും സഖറിയാവിൽ നിന്നുമൊക്കെ ചില ഭാഗങ്ങൾ കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം ഒന്ന് പഠിക്കാം. ഏതായാലും ഇസ്രായേലിൻ്റെ അന്തിമ ന്യായവിധിയും യഥാസ്ഥാപന കർമ്മവും നടക്കുന്നത് ഈ മഹാപീഡന കാലത്ത്. അതുകൊണ്ടാണ് പ്രവാചകൻ അതിനെ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് വിളിച്ചത്. അവരുടെ യഥാസ്ഥാപനത്തിനു വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സമയമായതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലൂടെ സഭ കടന്നു പോകുകയില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അത് സഭയ്ക്ക് വേണ്ടിയുള്ള കാലമല്ലെന്ന് നമ്മൾ പഠിച്ചല്ലോ. അതുകൊണ്ട് ഇസ്രായേലിന്റെ ന്യായവിധി നടത്തി അവരെ ശുദ്ധീകരിച്ച് യഥാസ്ഥാനപ്പെടുത്തിയെടുക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ സഭ ഈ ഭൂമിയിൽ നിന്നും നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യഗേഹങ്ങളിലേക്ക് എടുക്കപ്പെടും. ഇസ്രായേലിന്റെ ന്യായവിധി ഇവിടെ ഭൂമിയിൽ നടക്കുന്ന അതേ സമയത്ത് നമുക്കുള്ള പ്രതിഫല വിഭജനവും സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ പ്രത്യാശ അതാണ്. നമ്മുടെ കർത്താവ് മേഘങ്ങളിൽ നമ്മെ ചേർക്കുവാൻ വരുന്നത്. ആയതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് വിഭജനങ്ങളാൽ നമ്മെ അതിനുവേണ്ടി ഒരുക്കട്ടെ, സഹായിക്കുമാറാകട്ടെ.